بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ സത്യവിശ്വാസ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പഠിതാവ് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ റിസാലത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സൂചന നൽകുന്നുണ്ട്. മാലികി യൗമിദ്ദീൻ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക വിശ്വാസത്തെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഈ മൂന്ന് കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലൂടെ പഠിച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിനി ഈ ഒരു വിഷയത്തിൽ ഒരു സംശയം, ഒരു ശക്ക്, ഒരു റൈബ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യത്തിൽ നമ്മൾ ഇനി സംശയത്തിലാവാൻ പാടില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലൂടെ തൗഹീദുൽ ഉലൂഹിയ നമ്മൾ പ്രഖ്യാപിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദുൽ ഉലൂഹിയ പൂർണ്ണമാവുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതിൽ മാത്രമല്ല. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതാണ്. അതാണ് തൗഹീദുൽ ഉലൂഹിയയും തൗഹീദുൽ റുബൂബിയയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതാണ് തൗഹീദുർ റുബൂബിയ. ഉദാഹരണം, അല്ലാഹു മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് റിസ്ക് നൽകുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എല്ലാം അല്ലാഹുവിൽ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുക. അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസം ഉള്ളതോടുകൂടി തന്നെ ഇതൊക്കെ നമ്മൾ അല്ലാഹുവിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതാണ്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. തൗഹീദുർ റുബൂബിയ ഉറച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടം തൗഹീദുൽ ഉലൂഹിയാണ്. തൗഹീദുർ റുബൂബിയ ഉറച്ചവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടം തൗഹീദുൽ ഉലൂഹിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ കുഫാറുകളോട് സംസാരിച്ച രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? നിങ്ങളെന്നെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങളെന്നെ പറയുന്നുണ്ടല്ലോ അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, റുബൂബിയത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താണ് നിങ്ങൾ ഉലൂഹിയത്തിനെ അംഗീകരിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു നമുക്ക് തരുന്നൊരു യുക്തി അല്ലെങ്കിൽ ഒരു ഗുണപാഠം എന്നുള്ളത്, റുബൂബിയത്തിൻ അംഗീകരിക്കുന്നതിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. റുബൂബിയത്ത് അംഗീകരിക്കുന്നതിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ് ഉലൂഹിയത്ത് അംഗീകരിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറഞ്ഞിരുന്നു, ഇബാദത്ത് പൂർണ്ണമാവുന്നത് ഖൗഫും മഹബത്തോടും കൂടിയാണ്. ഖൗഫും മഹബത്തും ഇല്ലാത്തതൊന്നും, അങ്ങനത്തെ ഒരു ഇബാദത്ത് ഈ ഖൗഫും മഹബത്തും ഇല്ലാതെ എന്താവുന്നില്ല, പൂർണ്ണമാവുന്നില്ല. നമ്മളൊന്ന് ചുരുക്കി പറയാണ്, സാധനം വരലാലിൽ നമ്മൾ എത്തും. ഖൗഫും മഹബത്തും അടങ്ങിയതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഖൗഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഖാബിനെ ചൊല്ലിയുള്ള പേടി തന്നെയാണ്. അല്ലാഹു ശിക്ഷിക്കും, അല്ലാഹു സരീഉൽ ഇഖാബ്, അതിവേഗം ശിക്ഷിക്കുന്നവനാണ്. അതേപോലെ തന്നെ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനാജനകമായ നരകശിക്ഷ കൊണ്ട് പലരെയും സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പൊ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ പേടി വേണം, അപ്രകാരം തന്നെ മഹബത്തും വേണം എന്നുള്ളതാണ്. നമ്മൾ പലരും ചിന്തിക്കാതെ പോയതും ചർച്ച ചെയ്യാതെ പോയതുമായ വിഷയമാണ് മഹബത്തുള്ള. എന്നുള്ളത് ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.
മഹബത്തിൽ ഷിർക്ക് വരും. നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല ഒരു ക്ലാസ്സിലും. നമ്മളൊരു പൊതുവെ നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കാത്തൊരു വിഷയമാണ്. അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഷിർക്ക്, മഹബത്തിൽ ഷിർക്ക് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കേണ്ടതുപോലെ മറ്റൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഷിർക്ക് വന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കാളും മറ്റൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതും ഷിർക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹ് പറയുന്നുണ്ടല്ലോ മുഅ്മിനീങ്ങളെ കുറിച്ച്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിനോടായിരിക്കും ഏറ്റവും ഇഷ്ടം. അപ്പം ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോന്ന് വേരി ചെയ്യും. അതിപ്പോ നമുക്ക് ഉദാഹരണത്തിലൂടെ പറയാൻ പറ്റും. അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അത് ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്നു. അതിന്റെ നേർ വിപരീതമായ ഒരു കാര്യം മറ്റൊരാൾ പറയാണ്, സൃഷ്ടികളിൽപ്പെട്ട ഒരാൾ പറയാണ്. അപ്പൊ നമുക്ക് അള്ളാഹു പറഞ്ഞത് മാറ്റി നിർത്തി അവനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ അത് ശിർക്കിന്റെ പരിധിയിൽ പെടും എന്നുകൂടി, അഥവാ ശിർക്കിന്റെ പരിധിയിൽ പെടും എന്നുകൂടി എന്താക്കണം, നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഇബാദത്ത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോ പിന്നെ തൗഹീദിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അർ-റഹ്മാനി റഹീം നമ്മൾ ചർച്ച ചെയ്തു, മാലിക് നമ്മൾ ചർച്ച ചെയ്തു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട അടിസ്ഥാന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തംസീൽ ഉണ്ടാകാൻ പാടില്ല, തഅ്തീൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിന്റെ ഒരു ഇസ്മു നിഷേധിക്കാൻ പാടില്ല, ഒരു ഇസ്മു നിഷേധിക്കാൻ പാടില്ല. രണ്ടാമത്തൊന്ന് തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. തംസീൽ എന്ന് പറഞ്ഞാൽ രൂപസാദൃശ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, അതേപോലെ മറ്റൊരാളും കേൾക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവാണ് ഏറ്റവും കാരുണ്യവൻ, എല്ലാത്തിനോടും കാരുണ്യമുള്ളവൻ, അതുപോലെ മറ്റൊരാൾക്ക് കാരുണ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അഥവാ അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെയും നമ്മൾ മറ്റൊരാളിലേക്ക് മുശാബഹത്ത്, തംസീല്, ഉദാഹരിക്കൽ ഒരിക്കലും പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് അസ്മാഉ വസ്സിഫാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മുടെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിനിരയായവർ. ആ കോപത്തിനിരയായവർ എന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിവക്ഷ നമ്മൾ പറഞ്ഞു യൂതന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രയോഗം ആമായ പ്രയോഗമാണ്. ആ പ്രയോഗം ആമായ പ്രയോഗമാണ്. ഖുർആനിൽ രണ്ട് രീതിയിൽ പ്രയോഗങ്ങൾ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട തഫ്സീർ മനസ്സിലാക്കുമ്പോൾ അല്ലെ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിയമം കൂടിയാണ്. ഖുർആനിൽ രണ്ട് രീതിയിലാണ് പ്രയോഗം ഉണ്ടാവും. ആമായ പ്രയോഗം ഉണ്ടാവും, ഖാസായ പ്രയോഗം ഉണ്ടാവും. ചില കാര്യത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ ചില ഐനിയായ പ്രയോഗങ്ങൾ, ചില വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവും. ചില മൊത്തത്തിൽ എല്ലാ ആൾക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗം ഉണ്ടാവും. ഉദാഹരണത്തിന് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ സത്യവിശ്വാസികളും പെടും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ എല്ലാ സത്യവിശ്വാസികളും അതിൽ പെടുന്നുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാവും അഭിസംബോധന എല്ലാ സത്യവിശ്വാസികളും. ആ പ്രയോഗം ആമായ പ്രയോഗമാണ്, അതോ ആമ് എന്ന് പറഞ്ഞാൽ പൊതുവായ പ്രയോഗമാണ്. അപ്പോ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുന്ന എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ബാധകമാണ്. ഇനി ചില പ്രയോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാഹചര്യത്തിനനുസരിച്ച്, ഇപ്പോ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. അതൊരു സ്ത്രീയുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. അപ്പോ അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ ഇറക്കും. ചില അയ്യുഹന്നാസ് ഉണ്ട്, അത് ആമായ പ്രയോഗമാണ്. യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിൽ ഇപ്പോ എവിടെയാണ് വരുന്നത്? നമ്മൾ അതിന്റെ ആയത്തിന് ശേഷം നോക്കണം. ഒന്നാമത് ഖുർആനിലെ എല്ലാ അഭിസംബോധന എല്ലാവരോടാണ് നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരോടാണ്. അഥവാ ഒന്നാമത് ഇപ്പോ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളല്ലാത്ത ആൾക്കാർ നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർ നിസ്കരിക്കണം. തൗഹീദിലേക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും ഉള്ള പ്രയോഗമാണ് അത്. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവതരണമായതാണ്. ഖുർആനിൽ എല്ലാ നിയമവും എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അതിലേക്ക് ആളുകൾ കടന്നു വന്നിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് അതിലിപ്പോ യാ അയ്യുഹല്ലദീന ആമനു കുഫാറുകൾ പെടുവിച്ചാൽ കുഫാറുകൾ പെടൂല. പക്ഷെ ആ നിയമം ഒരു ചെയ്യേണ്ട വെച്ചാൽ ചെയ്യണം. പക്ഷെ എന്തിനു ശേഷം യാ അയ്യുഹല്ലദീന ആമനുവിന്റെ പരിധിയിൽ വന്നതിന് ശേഷം എന്താക്കണം, അവർ ആ നിയമത്തിലേക്ക് കടന്നു വരണം എന്നുള്ളത്. ഇനി ചില ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകളൊക്കെ കാണാൻ സാധിക്കും. അതൊരു സ്ത്രീയുടെ പേരിൽ ഇറങ്ങിയ ഒരു ആയത്താണ്. അത് അഥവാ ഒരു നിയമം ഇറങ്ങിയപ്പോൾ അതൊരു സ്ത്രീക്ക് ബുദ്ധിമുട്ടായി തോന്നുകയും റസൂലുള്ളാഹിന്റെ അടുത്ത് ഒന്ന് വേവലാതി പറയുകയും ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയുടെ സങ്കടം കേട്ടിട്ടുണ്ട്, വേവലാതി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഒരു നിയമം ഇറക്കണം. അങ്ങനെ തുടങ്ങി ഖുർആനിൽ വ്യക്തിപരമായിക്കൊണ്ട് ചില കാരണങ്ങൾ കൊണ്ട് ഇറങ്ങുന്ന ആയത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ
കാരണക്കാരി ആ സ്ത്രീ ആണെങ്കിലും അതിന്റെ നിയമം എല്ലാവരിലേക്കും ബാധകമാകും. അതേപോലെ ഗൈറുൽ മഗ്ദൂബി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ വിവക്ഷ നമ്മൾ ജൂതന്മാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും അർത്ഥം എന്താ, അതിന്റെ ആശയം എന്താ, കോപിക്കപ്പെട്ടവരെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട ഹദീസുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ചില കൂട്ടരെ കോപാണെന്ന് പറയുന്നുണ്ട്. അഥവാ ചില ആളുകളുടെ മുഖത്തേക്ക്, അഥവാ ചില ആളുകൾക്ക് അള്ളാഹു പരലോകത്തേക്ക് നോക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കോപമാണ് എന്ന് പറയുന്ന ഹദീസുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അതൊക്കെ അഥവാ ഇതിൽ ക്രിസ്ത്യാനികളല്ല, ജൂതന്മാർ മാത്രമേ പെടുള്ളൂ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഇതുപോലെ വലല്ലാലി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ വീക്ഷ നസാറാക്കളാണ്. പക്ഷെ നസാറാക്കളുടെ സ്വഭാവം, നസാറാക്കൾ മാത്രമേ വലല്ലാലിയിൽ പെടുവച്ചല്ല. ഉദാഹരണത്തിന് വലല്ലാലിൻ എന്ന പ്രയോഗം ഒരുപാടുണ്ട് ഖുർആനിൽ. ഇപ്പൊ വലല്ലാലിൻ എന്നതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരെ കൊടുത്തതായി കാണാൻ സാധിക്കും. അൽ-ലാലു അൻ സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിയവർ എന്ന് തഫ്സീർ കൊടുത്ത ആൾക്കാരെ, പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അഥവാ അതൊരു ആമായ പ്രയോഗം കൂടിയാണ്, ഒരു പൊതു പ്രയോഗം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറയുന്നത് വമൻ അദല്ലു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ കളവ് കിട്ടിച്ചവരെക്കാൾ വൈപിയച്ചവരാരുണ്ട്, ആ വൈപിയച്ച് നീ ലാലിൽപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കളവ് പറയാന്ന് പറഞ്ഞാൽ അത് ഈ ലാലിൽപ്പെടും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അപ്പോ ബിദ്അത്തിന്റെ ചുവടെ പോയ ആൾക്കാരും ലാലിൽ പെടും. അവരൊക്കെ ഇതിൽ പെടും എന്ന് മനസ്സിലാക്കുക. ലാലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഴി പിയച്ച ആളുകൾ എന്നാണ് പൊതു അർത്ഥം. അതിൽ ഒന്നാമത്തെ ഉദ്ദേശം നസ്വാറാക്കളാണ്, എന്നാൽ അതിന്റെ ബിദ്അത്തിന്റെ കക്ഷികൾ അതിൽ പെടും എന്ന് തന്നെ മനസ്സിലാക്കുക. ബിദ്അത്ത് എന്നുള്ളത് അങ്ങേയറ്റം വലിയ ദലാലത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബയുടെ ആദ്യത്തിലും റസൂലുള്ളാഹി പറയാനുള്ള സംസാരം കൂടി ആയിക്കൊണ്ട് ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കും. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അപ്പോൾ ബിദ്അത്ത് എന്നുള്ളത് ശരിക്കും ഈ വലല്ലാലിൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരേണ്ടതാണ് ബിദ്അത്ത് എന്ന വിഷയം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നാം പറയാത്തത്, മൻ അമില ആരെങ്കിലും പ്രവർത്തിച്ചു, അമലൻ ഒരു പ്രവൃത്തി, ലൈസ അലൈഹി അംറുന അതിന്മേൽ നമ്മുടെ കൽപ്പനയില്ല, ഫഹുവ റദ്ദുൻ റസൂലുള്ളാഹി കൽപ്പിക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്ന ബിദ്അത്തിന്റെ വിഷയത്തിലാണ്. ആ വിഷയത്തിൽ ശരിക്കും ഒരു അഭിപ്രായ വ്യത്യാസം ചെന്ന് മനസ്സിലാക്കുക. അഥവാ ചില സംഘടനക്കാര് ഓലങ്ങനെ വിശ്വസിച്ചുകൊണ്ടല്ലേ അങ്ങനെ നമ്മൾ അറിയാണ്ട് പോലും പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ വലല്ലാലി പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വിഷയമാണ്, ലാലിയിലെ നസാറാക്കളാണ് പെടുക എന്ന് പറഞ്ഞു. ആ ലാലിയിൽ അവർ പെടാൻ കാരണം ജഹലാണ്, അറിവില്ലായ്മ ആണെന്ന് പറഞ്ഞു. അറിവില്ലായ്മ ഇളവല്ല എന്നും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഓരങ്ങനെ വിശ്വസിച്ചുകൊണ്ടല്ലേ, ഒറ്റ അറിയാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കരുത്. അവർക്ക് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിവില്ലായ്മ ഒരിക്കലും ഇളവല്ല എന്നുള്ള അടിസ്ഥാന പാഠം നമ്മുടെ മനസ്സിൽ വേണം. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദ്അത്ത് എന്നുള്ളത് അതീവ ഗൗരവമാണ്. അതീവ ഗൗരവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ പൊളിച്ചറിയും. ആ വിഷയത്തിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ശഅബാൻ 15 ബന്ധപ്പെട്ട് ഇവിടെയുണ്ട് പല ബിദ്അത്തുകളും ഭയങ്കര ഗൗരവത്തിൽ കാണും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 15 ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ദിക്റോ പ്രത്യേക സ്വലാത്തോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിനെപ്പറ്റി ആകെ വന്നിട്ടുള്ളത് പാപമോചനം ലഭിക്കപ്പെടുന്ന ഒരു ദിവസം എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞതിനപ്പുറം ഇതിനെപ്പറ്റി ഒന്നും വിശ്വസിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിന്നു പോകുന്ന ഒരുപാട് ബിദ്അത്തുകളുണ്ട്. ഏറ്റവും ലളിതമായി പറയുന്ന സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ പേരിൽ ചെയ്യുന്ന സ്വലാത്തിന്റെ പേര്. ഇപ്പോ പല ആൾക്കാരും, നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും സ്വലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നാ ചെല്ലാറുള്ളത്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിലില്ല. അപ്പൊ പലരും ചോദിക്കും, സയ്യിദിന എന്ന് പറഞ്ഞ ആശയപരമായിട്ട് ഒരു തെറ്റില്ല, റസൂൽ സയ്യിദനാണ്. പക്ഷെ എന്തുകൊണ്ട് റസൂലുള്ളാഹി സയ്യിദിന എന്ന പ്രയോഗം നമ്മൾ നിസ്കരിക്കുമ്പോൾ ചെല്ലാൻ പാടില്ല? നിസ്കാരം എന്നുള്ളത് തൗഖീഫിയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് പറയുമ്പോൾ നമ്മൾ പറയാൻ വിട്ടൊരു പോയിന്റ് ആട്ടോ. ഇബാദത്ത് പറയുമ്പോൾ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇബാദത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൽ 2 കാര്യമുണ്ട്, ഇബാദത്തും ഉണ്ട്, മുആമലാത്തും ഉണ്ട്. ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരാത്ത ഒരു ഇബാദത്തും നമ്മൾ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തൊന്ന് മുആമലാത്താണ്. മുആമലാത്ത് പറഞ്ഞാൽ എല്ലാം ചെയ്യാം, നിരോധിച്ചതൊഴികെ, അങ്ങനെയാണ് അതിന്റെ അസല്. ഇസ്ലാമിൽ 2 കാര്യങ്ങളുണ്ട് മനസ്സിലാക്കുക. ഇബാദത്താണ്, ഒന്ന് മുആമലാത്താണ്, ഒന്ന് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നും ഇബാദത്തായി ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തൊന്ന് മുആമലാത്താണ്. മുആമലാത്ത് പറഞ്ഞാൽ എല്ലാം ചെയ്യാം, നിരോധിക്കപ്പെട്ടതൊഴികെ.
അതിൽ പ്രത്യേകം നിരോധനം വന്നിട്ടുണ്ട്, അത് മാറ്റി വെക്കുക എന്നല്ലാണ്ട് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയാൻ പറ്റും, ആമലാത്തിന് എക്സാമ്പിൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കഴിക്കുക, നിരോധിക്കപ്പെട്ടതൊഴികെ. ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്തുൽ മാഇദയുടെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്ന അടയാളങ്ങളുള്ള ഭക്ഷണം കഴിക്കേണ്ട, അഥവാ നഖം കൊണ്ട് അഥവാ വേട്ടയാടപ്പെട്ടതല്ല, ഇന്ന സിഫത്തുകളുണ്ട്, അഥവാ ഖുർആനിൽ പ്രത്യേകം വന്നിട്ടുണ്ട് ഇന്ന പ്രത്യേകതകൾ, ഇന്ന രീതിയിൽ മൃഗങ്ങൾ കടിച്ചു തുപ്പിയ, അങ്ങനെ തുടങ്ങി പല പ്രത്യേകതകൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ സിഫത്തുകളുള്ള ഭക്ഷണം ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് എന്താക്കാൻ കഴിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഒന്ന് വേറെ ഒന്ന് പറയാൻ പറ്റുമോ? ഭക്ഷണമല്ലാണ്ട് വാങ്ങുന്ന ഇടപാടുകളാണ്. ഇടപാട് എന്ന് പറഞ്ഞാൽ അതില് രണ്ടാൾ തമ്മിൽ ഇടപാട് എന്നുള്ളതല്ല, ഒരു പ്രാക്ടീസ് ആണ് ശരിക്കും. ഇപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശരിക്കും ശരിയാണ്, അതൊന്നും കച്ചവടമാണ്. കച്ചവടം മുആമലാത്തിലാണ്, അഥവാ ഏത് കച്ചവടവും ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ല സ്റ്റോക്ക് മാർക്കറ്റ്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല, ഇന്ന് കാണുന്ന പല കച്ചവടവും ഇല്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസ് കച്ചവടമല്ല. ഇൻഷുറൻസ് വേറെ തന്നെ ഒരു മസലയാണ്, കച്ചവടമാണ്. പക്കാ നമ്മളെ കച്ചവടം ചർച്ച. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള കച്ചവടം ഇന്നുണ്ടോ ചോദിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതിനെക്കാട്ടി ഒരു 10-50 ഇരട്ടി കച്ചവടം ഇന്നുണ്ട്. അതൊക്കെ പറ്റു ചോദിച്ചാൽ പറ്റും, എല്ലാം പറ്റും. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കി റസൂൽ നിരോധിച്ചത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിരോധിച്ച് മാറ്റി വെച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. ആവശ്യത്തിന് നമ്മൾ വലിയ കണ്ടു. പക്ഷെ അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇതിപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്യാൻ പോയത്. കാരണം പല കച്ചവടങ്ങളിലും ഇപ്പൊ പല ഹറാമുകൾ കൂടിക്കലർന്ന ഒരവസ്ഥയാണ് പല വിഷയങ്ങളിലും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കാര്യം വാങ്ങുമ്പോൾ പലതിനും പലിശ അടങ്ങിയിട്ടുണ്ട്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, നമുക്ക് കൺഫ്യൂഷൻ ഉള്ള വിഷയം നമ്മൾ വിട്ടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തശാബിഹായ മുശാബഹത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും ആൾക്കാർക്ക്. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്, ഒരുപാട് ഹറാമും ഹലാലും കൂടിക്കലർന്ന സംഭവം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാത്തും വിട്ടിക്കാന്നല്ല, നമ്മൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ആ മുശാബഹത്ത് മാറും. ഓവർ വസ്വാസം ഒന്നും ആവശ്യമില്ല, നമ്മൾ പഠിക്കുക. ഇന്നാലിന്ന ഇപ്പൊ നമ്മൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഉദാഹരണം കച്ചവടമാണെങ്കിൽ അതിലിപ്പോ റസൂൽ പറഞ്ഞ പ്രത്യേക കച്ചവടത്തിൽ റസൂൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണത്തിന് പരസ്പരം തൃപ്തി, സെയിൽസ്മാന് വിൽക്കുന്ന മുതലാളിക്കും വേണം തൃപ്തി, വാങ്ങുന്ന കസ്റ്റമറിനും വേണം തൃപ്തി. നമ്മൾ കച്ചവടത്തിൽ ഉദാഹരണം പറയണം, ഒന്ന് അത്. പിന്നെ അതേപോലെ തന്നെ വിൽക്കപ്പെടുന്ന വസ്തു ഹലാലായിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിൽക്കപ്പെടുന്ന വസ്തു ഹലാലായിരിക്കുക, കച്ചവടക്കാരനും വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും തൃപ്തി ഉണ്ടാവുക, ഇങ്ങനെയുള്ള. പിന്നെ അതിന്റെ പലിശ പെടാതിരിക്കുക. പിന്നെ ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ മാത്രം റൊക്കം വിൽക്കണം എന്ന് ഇസ്ലാമിലുണ്ട്, റൊക്കേ കൊടുക്കാൻ വേണ്ടി. ഉദാഹരണത്തിന് ഗോൾഡ് കടായിട്ട് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങാനുള്ള സിസ്റ്റം പാടില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അഥവാ നമ്മൾ പൈസ കൊടുക്കുക, അപ്പൊ തന്നെ ആ സദസ്സിൽ നിന്ന് തന്നെ വെച്ച് വാങ്ങുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറെ അതിവുകൾ ഉണ്ടാവും. ഇന്നാലത്തെ കാര്യം ഇപ്പൊ പലിശ ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഏത് കച്ചവടവും നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. പിന്നെ അതില് ഹറാമുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മാറ്റിയത്. ഇതാണ് മുആമലാത്തിന്റെ അസ്ല്. മുആമലാത്ത് ഇങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ കല്യാണം എന്നുള്ളത് എന്താണ്? കല്യാണം എന്നുള്ളത് ശരിക്കും എന്തിന്റെ പരിധിയിലോ എവിടെയാണ്? ഇബാദത്തിന്റെ പരിധിയിലോ മുആമലാത്തിന്റെ പരിധി? ഇതൊക്കെ നമ്മൾ കുറെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. കല്യാണം, ആ നിക്കാഹ് ആകുന്ന കർമ്മം ഇബാദത്താണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന മുഴുവനോ മുആമലാത്താണ്. ഇപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് നമ്മളെ നാട്ടിൽ ഇപ്പൊ തേടിപ്പോവാന്നറിയില്ല, മലപ്പുറം തേടിപ്പോ, ഞങ്ങൾ പുതുക്കം പോവാറ്, കണ്ണൂരിൽ എന്താ പറയാ തേടിപ്പോവാന്നറിയാം. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ വിദഗ്ധാണോ ചോദിച്ചാൽ വിദഗ്ധല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട് അപ്പൊ റസൂല പഠിപ്പിച്ചില്ല ചോദിച്ചാൽ അത് റസൂല പഠിപ്പിക്കേണ്ടെന്ന ഉത്തരം. കാരണം അത് വിവാദത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല. വിവാദത്തിന്റെ പരിധിയിൽ പെടുകയാണെങ്കിൽ റസൂല പഠിപ്പിക്കേണ്ടേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട റസൂൽ ഹറാമൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം ആ പുതുക്കപ്പോക്കും തേടിപ്പോക്കൊക്കെ. അവിടെ നമ്മൾ ആ ഒരു അടിസ്ഥാനം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ കല്യാണത്തിന് വരുമ്പോൾ 2-3 തരം ഫുഡൊക്കെ ഒന്ന് സന്തോഷത്തിന് കൊടുക്കും കുറച്ച് പൈസ ഉള്ള ആൾക്കാര്. മ്യൂസിക്, അവിടെ കല്യാണത്തിൽ നമ്മൾ ചെയ്യുന്ന നാട്ടാചാരങ്ങൾ പലതും ഉണ്ട്. ആ ആചാരത്തിലേക്ക് ഇങ്ങനത്തെ മ്യൂസിക് പോലുള്ള ഹറാമുകൾ കടന്നു വരുമ്പോൾ അപ്പൊ അവിടെ ഹറാമ് വരും. അതാണ്. അപ്പൊ ഇങ്ങനത്തെ ആചാരങ്ങളിലൊക്കെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക എന്നുള്ള ഭയങ്കരമാണ്. ഇപ്പൊ ഇത് മുആമലത്താണ്, അനുവദനീയം വെച്ച് നമ്മൾ ഓവറായി പോയത്. ഇപ്പൊ നമ്മുടെ നാട്ടില്
ഹലാലാണ് എന്നതിന്റെ പേരിൽ ഇങ്ങനെ അതിക്രമിച്ച് പണ്ട് പെണ്ണ് കാണാൻ ഉറച്ചു കഴിഞ്ഞാൽ പലരും പോകുമ്പോൾ ചെറിയ എന്തോ സന്തോഷത്തിന് എന്തോ വാങ്ങിപ്പോലെ 10-20,000 മുട്ടായിട്ടാ പോകുന്നത്. അഥവാ പറഞ്ഞ ഹലാലിന്റെ വിഷയത്തിൽ പോലും പരിധി വിട്ടു പോവാണ്. മുആമലാത്താണ് അഥവാ പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയം എന്താ വെച്ചാൽ ഹലാല് എന്നുള്ള എല്ലാ ഹലാലും നമുക്ക് ചെയ്യാനുള്ളതല്ല. ചില ഹലാലുകൾ നമ്മൾ ഹലാൽ എന്ന് വെച്ച് ചെയ്ത് ചിലപ്പോൾ അതെന്തായി മാറും, ഹറാമിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അതിൽ നമ്മൾ വളരെ സൂക്ഷ്മത. ചിലപ്പോൾ അത് ഹറാമ് ആവൂല, ഐനിയായിട്ട് വ്യക്തിപരമായിക്കൊണ്ട് ആ വിഷയം ഐനി ഹറാമല്ലെങ്കിലും ചില വിഷയങ്ങൾ ഇത് പോക്ക് ഹറാമിലേക്കാണ് കേട്ടോ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, അത് വിട്ടിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ വലനാലിലാണ് വരുന്നത്. അപ്പൊ ബിദ്അത്തിന്റെ വിഷയത്തിൽ വളരെ കണിശതമാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ലാല് എന്ന് പറഞ്ഞാൽ ചെറിയ കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൊതുവെയുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ കേരളത്തിലൊരു ബഹുമാന്യ പണ്ഡിതൻ സ്വാദിഖ് മദീനിയോട് ചോദിക്കപ്പെട്ടു, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നോക്കുമ്പോൾ. അപ്പൊ അതേ പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഹറാമല്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു കച്ചവട പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിലേക്ക് എന്താണോ നമ്മൾ ഉദാഹരണം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ എന്തിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇൻവെസ്റ്റിൽ പലതും ഇല്ല. ഇപ്പോ മദ്യത്തിലേക്കും ആൽക്കഹോളിലേക്കും സ്റ്റോക്ക് ഇടാൻ പറ്റും, അതിൽ ഇടാതിരിക്കുക. പകരം ഹലാലായ കുറെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിലേക്ക് സ്റ്റോക്ക് ഇടുക. ഇത്ര വിഷയത്തിൽ വളരെ ലളിതമായിട്ട് അദ്ദേഹം ചുരുക്കി ഒറ്റ വരി പറഞ്ഞാൽ സ്റ്റോക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. സ്റ്റോക്കിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഹറാമായ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാതിരിക്കുക. ഹലാലായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്താക്കാം, നമുക്ക് ഇടാം എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും ലളിതമായ ഉത്തരം. പിന്നെ വേറെ എന്താ വെച്ചാല് ചില സ്റ്റോക്കുകൾ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട് സ്റ്റോക്കിൽ. മ്യൂച്വൽ ഫണ്ടിൽ അഥവാ ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് എല്ലാ സ്റ്റോക്കും എല്ലാ മ്യൂച്വൽ ഫണ്ടും ഹറാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഹലാലായ മ്യൂച്വൽ ഫണ്ട്സുകളും സ്റ്റോക്കുകളും ഉണ്ട്. ഉദാഹരണത്തിന് സൗദിയിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അത് ഏതാണെന്നുള്ളത് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു. നാട്ടിൽ ഒരുപാട്. ഇപ്പൊ നാട്ടിലിപ്പോ നമ്മൾ ആ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം 98% ഹറാമാണ്. ആകെ നാട്ടിലെ മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റോക്സിൽ ആകെ ഇപ്പോ 1-2 ഹലാലാണ് എന്ന് പറയപ്പെടുന്നത്. അതുകൂടി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അഥവാ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. ഇപ്പൊ ചില കച്ചവട ഷെയർ മാർക്കറ്റിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. അത് പൈസ ഇടുന്ന നമ്മൾ ഉണ്ടാവും, ലാഭം തരുന്ന ഒരു പറയും. പക്ഷെ എന്തിലേക്കാണ് അത് ആ പൈസ എന്തിലേക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാനുണ്ടാവില്ല. അപ്പോ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയം എന്താന്ന് വെച്ചാല് ഉദാഹരണം നമുക്ക് അറിയില്ല എന്നുള്ള ന്യായം നമ്മൾ വെക്കുക. നമുക്കറിയില്ലാലോ എന്ന് ന്യായം വെക്കാൻ പാടില്ല. കാരണം നമ്മൾ എന്തിനാണോ ഷെയർ ഇടുന്നത് നമ്മൾ അറിയണം. കാരണം അത് മദ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ബിസിനസിന് വേണ്ടി അതിന്റെ കുറ്റക്കാർ നമ്മളാവും. കാരണം നമ്മൾ ഒരു സാധനത്തിൽ സ്റ്റോക്ക് ഇടുന്നത് കൂടി നമ്മൾ എന്തായി മാറി, അതിന്റെ ഷെയർ ഹോൾഡറായി നമ്മൾ മാറി. അതുകൊണ്ട് എന്തിലെന്നുള്ള നമ്മൾ കൃത്യമായി പഠിച്ചതിന് ശേഷം എന്താക്കുക, അതിൽ ഇടാൻ പറ്റും, അതിലൊരു സംശയവും ഇല്ല, ഇടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം. ഇനി വലനാലിലേക്ക് തിരിച്ചു വരാം. വലനാലിൽ നമ്മൾ ബിദ്അത്തിനെ പറ്റി പറഞ്ഞു വരുന്നത് വെച്ചാല് ബിദ്അത്ത് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, സുഫിയാൻ ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് അതിനെ കണിശമായിക്കൊണ്ട് താക്കീത് നൽകിയതായി കണ്ട് കാണാൻ സാധിക്കും. അഥവാ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. 2 തരത്തിലാണ് ഇപ്പൊ ബിദ്അത്തുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. ഒന്ന് അഖീദയിലുള്ള ബിദ്അത്ത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത പുതിയ ഇബാദത്ത് കൊണ്ടുവരും, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത വിശ്വാസങ്ങൾ. ഇപ്പൊ അഖീദയിൽ ബിദ്അത്തുള്ള കക്ഷികളെ പറയാൻ പറ്റും. അഖീദയിലുണ്ട് ബിദ്അത്ത്, ഫിഖ്ഹിൽ ഉണ്ടാവും ബിദ്അത്ത്. നാട്ടിലെ സുന്നികളത് എല്ലാ ശിർക്കും അഥവാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ആശയമാണ് ഇസ്ലാമിന്റെ പേര് അവർ കെട്ടിച്ചമച്ചത്. അഥവാ അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, 5 നേരം നിസ്കാരം, അതെന്താണ്, അത് ശിർക്ക് അല്ല ബിദ്അത്താണ്. അതേപോലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ അതൊക്കെ ബിദ്അത്താണ്. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതൊക്കെ എല്ലാം എന്താണ്, അതൊക്കെ വിശ്വാസപരമായ ബിദ്അത്താണ്. പിന്നെ കർമ്മരംഗത്ത് വരുന്ന കുറെ ബിദ്അത്തുകളുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകം. നിസ്കാരത്തിൽ കുറെ ഉദാഹരണം നേരത്തെ പറഞ്ഞു സയ്യിദിന എന്ന ബിദ്അത്ത്. അതേപോലെ തന്നെ നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, പിന്നെ പറയുന്നത് സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. അവിടെ മനസ്സിലാക്കിച്ചാല് ഗൾഫിലിരിക്കുമ്പോൾ നാട്ടിലിരിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. നാട്ടിലെ കുനൂത്ത് ബിദ്അത്ത് തന്നെയാണ്. കാരണം എന്താണ്, സഹവിന്റെ സുജൂദ് അഥവാ അതുപോലെ അതങ്ങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യും. സഹവിന്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഒരു ഫർള് മിസ്സായാലാണ്.
അഥവാ ഇതൊരു ഫർളാണ്, ഇത് ഒഴിവാക്കിയ ഭയങ്കര പ്രശ്നമെന്ന രീതിയിലാണ് സുബഹിയിലെ കുനൂത്ത് അവർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ സുബഹിക്കുണ്ട് അല്ലാത്ത സമയത്തൊക്കെ കുനൂത്ത് ഉണ്ടാവാറുണ്ട്. അതൊരു വൈജ്ഞാനിക ചർച്ചയാണ്. അതിന് പണ്ഡിതന്മാരുടെ തെളിവ് പോലും ഉണ്ട്. അഥവാ അതിന് ഹദീസിന്റെ പിൻബലമൊക്കെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ നിർവഹിക്കുന്ന പല കുനൂത്തുകൾക്കും, എല്ലാ കുനൂത്തും എന്നല്ല, പല കുനൂത്തുകൾക്കും സഹ്വിന്റെ സുജൂദിലേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള കുനൂത്തുകൾ എന്താണ്, പൂർണ്ണമായും വിദഅത്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ മരിച്ചു കഴിഞ്ഞാലുള്ള പല ആചാരങ്ങൾ, വിദഅത്തുകൾ, 3, 5, 7, 40 എന്ന് പറഞ്ഞുള്ള അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിൽ നിന്ന് കൃത്യമായി നമ്മൾ ഒരു അകലം പാലിക്കണം. നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഒരു സംഭവം, ഉദാഹരണത്തിന് വിദഅത്ത് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു, അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. നമ്മളെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ഒരേട്ടൻ സുന്നിയാണ്, നമ്മളും മുജാഹിദാണ്. അപ്പൊ ഏട്ടൻ പലതും ചെയ്യും, അങ്ങനത്തെ അവിടെയാണ് നമ്മൾ ഈ പഠിച്ചാൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യം വരല്. അവിടെ നമ്മളെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു കൊടുക്കുക, കൃത്യമായി പറഞ്ഞു, ഇത് റസൂലുള്ളാഹി പഠിപ്പിക്കാതെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഒരു നിലക്കും അതിന് നമ്മളൊരു കാരണക്കാരാവാതിരിക്കുക. കൃത്യമായ ഞാൻ ഇതിനെതിരാണ് എന്നൊരു കൃത്യമായ നിലപാട് നമ്മൾ എപ്പോഴും സ്വീകരിക്കുക. അത് സാഹചര്യത്തിനനുസരിച്ച് നിലപാടി ഒരിക്കലും നമ്മൾ മായം കലർത്തരുത്. പറയേണ്ടടുത്ത് നമ്മൾ പറയണം, പ്രഖ്യാപിക്കേണ്ടടുത്ത് നമ്മൾ വിദഅത്ത് പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ വലനാലിൽ നമ്മൾ പെട്ടുപോകും, നമ്മൾ പേടിക്കണം. വിദഅത്തിന്റെ വിഷയത്തിലൂടെ അഡ്ജസ്റ്റ്മെന്റുമാണ് ഭയങ്കര ഗൗരവമാണ്. എത്രത്തോളം വെച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം എന്താ പറയുക, അഹ്ലുൽ ബിദഅനോട്, ബിദഅത്തിന്റെ കക്ഷികളോട് കൂട്ടുകൂടുന്നതിൽ വരെ ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഗൗരവം ബിദഅത്ത് എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ പറഞ്ഞ ബിദഅത്തിന്റെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിദഅത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അത് അലങ്കാരമായി തോന്നും. അതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വഞ്ചിക്കുന്നതാണ്. അത് ആൾക്കാർക്ക് പ്രശ്നമായി തോന്നൂല എന്നുള്ളതാണ്. മുസ്ലിങ്ങളായ ആൾക്കാരാണ് അതിൽ പെട്ടുക. കാരണം എന്താ, അതിൽ ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ദുആ ഉണ്ട് എന്നുള്ള പേരിലാണ്. അപ്പോ അതെന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന ഒരു വിഭവമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായി പഠിക്കണം. ഓരോ വിഷയത്തിനും ആളുകൾ പുതുതായിട്ട് കൊണ്ടുവരുമ്പോ ഷെബാന്റെ പേരിൽ എന്തൊക്കെ ദിക്ർ ചെല്ലാണ്ട്, അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കി ഷെയർ ചെയ്യരുത്. കാണാനൊക്കെ ദിക്റാണ്, ദുആ ആണ്. പക്ഷെ കാണുന്ന എല്ലാ ദിക്റും ദുആ നമുക്ക് ചെല്ലാനുള്ളതല്ല. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതൊന്നും ഒരു ഹർഫ് പോലും ചെയ്യാൻ പാടില്ല, ഒറ്റൊന്നും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊന്നും ഇല്ല ദുനിയാവിൽ. ചില ആൾക്കാർ ഈ വിഷയത്തിൽ ചില ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പറയും എല്ലാം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ ആകുമ്പോ നിസ്കാരം മുഴുവനായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ, ഹർഫും ബി ഹർഫ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ. ചില ആൾക്കാർ നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ചോദിക്കും. നമ്മളെ എന്താ ഉത്തരം പറയാം? പഠിപ്പിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹി മുഴുവനായിട്ട് നിസ്കാരം? ഖുർആനിൽ നിസ്കാരിക്കണം എന്ന് പറഞ്ഞു. ഹദീസിൽ മുഴുവൻ നിസ്കാരത്തിന് രൂപം വന്നിട്ടുണ്ടോ? എല്ലാം. നമ്മളങ്ങനെ ചോദിച്ച കൺഫ്യൂഷൻ ആവരുത്. താബീങ്ങൾ വേണ്ടാലോ, മുഴുവൻ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ എന്താ, നമ്മളെ ചെറുപ്പത്തില് നമ്മളെ ഒരേത്തെ ആൾക്കാരായിട്ട് നമ്മൾ വർത്താൻ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ 2-3 മൂല്യന്മാരുണ്ടായിരുന്നു. അവരിങ്ങനെ ചോദിക്കും, വലിയ കാര്യമായിട്ട് ചോദിക്കും, നിങ്ങൾ ധൈര്യത്തിൽ പറയും റസൂലുള്ളാഹി മുഴുവൻ എല്ലാം റസൂലുള്ളാഹി പഠിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ നിസ്കാരം മുഴുവൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു ചോദിക്കും. ധൈര്യമായിട്ട് പറയണം, എല്ലാം റസൂലുള്ളാഹി പഠിപ്പിച്ചു. എല്ലാം എവിടെ, ഏതൊക്കെ സുജൂദിൽ എത്ര അവയവം വെക്കണം, വിരൽ എങ്ങനെ വെക്കണം, വിരൽ എപ്പോഴാണ് സത്തയ്യാത്തിൽ കൈ ഓർത്തണം, അങ്ങനെ എല്ലാം പഠിപ്പിച്ചത്. അതോ നമ്മൾ ചെയ്യുന്ന ഒന്നും റസൂൽ പഠിപ്പിക്കാതെ പോയിട്ടില്ല. എത്രത്തോളം നമ്മൾ കേൾക്കാറില്ല ചില പ്രസംഗങ്ങളിൽ പല്ലേക്കുന്ന കാര്യം വരെ, കക്കൂസും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതബ് വരെ പറഞ്ഞാന്ന് ഇസ്ലാം നിസ്കാരത്തിന്റെ അതബ് പറയാൻ പറ്റുമോ? അപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇപ്പൊ നമുക്ക് അപ്പം അറിയലുണ്ടാവില്ല, പിന്നീട് ഹദീസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒന്നും ഒരു ഹദീസും ഒരു വിഷയത്തിലും ഇല്ലാത്തതായി ഇല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ട വിഷയം ഇതാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതാണ്. കൃത്യമായി അതിനെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടത് നമ്മൾ എതിർക്കേണ്ട വേണം. അതാണ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായി പറയാനുള്ളത് ആമീനുമായി ബന്ധപ്പെട്ട ഒരു മസലയെ കൂടി നമ്മൾ പറയാനുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്ട് ആമീന് 2 വായനയാണ്. ഒന്ന് അമീൻ എന്നൊരു വായന, ഫഈൽ എന്ന വസ്നിൽ വരുന്ന അമീൻ എന്ന വായന. രണ്ടാമത്തെ വായന യാസീൻ എന്ന രൂപത്തിൽ ആമീൻ എന്ന 2 വായനയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ മൂന്നാമത് പറഞ്ഞൊരു കാര്യമാണ് ഷദ്ദ് ഇടാൻ പാടില്ല ആമീൻ. ആമീൻ അത് ശരി. അപ്പോൾ പറയുമ്പോൾ ആമീൻ നമ്മുടെ ഷദ്ദിലാവല്ല ഒരു ആമീൻ പറയാറ്, അങ്ങനെ പറയാൻ പാടില്ല എന്നുകൂടി പല പണ്ഡിതന്മാരും പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ 2 വായനയാണ് ആമീനുള്ള അനുസരിച്ച്. ഒന്ന് അമീൻ എന്ന വായന, രണ്ടാമത്തൊന്ന് ആമീൻ എന്ന രീതിയിലുള്ള വായന. നമ്മൾ പൊതുവെ പറയാറുള്ളത് ആമീൻ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആമീൻ ഇങ്ങനെ ആമീൻ കുറെ നീട്ടേണ്ട ആവശ്യമില്ല, ഒരു കുറച്ചെങ്കിലും നീട്ടുക എന്നുള്ളതാണ്. അതാ ഇമാമിങ്ങളൊക്കെ പറയുന്ന അതേ ശൈലിയിൽ തന്നെ നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് ഹദീസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അമ്മനൽ ഇമാമു ഫഅമീനു, ഇമാം ആമീൻ പറഞ്ഞാൽ ഫഅമീനു, നിങ്ങൾ ആമീൻ പറയാം. അപ്പം മനസ്സിലാക്കി
ഇമാം ആമീൻ പറഞ്ഞ ശേഷമാണ് നമ്മൾ എന്താക്കേണ്ടത്. അഥവാ ഇമാം വലദ്ദാലീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഉടനെ നമ്മൾ ആമീൻ പറയാൻ പോകരുത്. ഇമാം ആമീൻ പറയുമ്പോഴാണ് എന്താക്കേണ്ടത്, ഒന്നിച്ച് നമ്മൾ ആമീൻ പറയേണ്ടത്. എന്നിട്ട് റസൂൽ പറയാം ആരുടെയെങ്കിലും ആമീൻ യോജിച്ചു, തഅ്മീനൽ മലായിക, മലായികത്തിന്റെ ആമീനുമായിട്ട് ആരുടെയെങ്കിലും ആമീൻ യോജിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ളത്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞതിന് ശേഷം ഫഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുവിൻ ആമീൻ യുജീബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ആ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞതിന് ശേഷം ആമീൻ നമ്മൾ പറയുമ്പോൾ ആ ആമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. രണ്ടാമത് ആമീനുമായി ബന്ധപ്പെട്ട ഒരു മസ്അല പണ്ഡിതന്മാരെ ചർച്ച ചെയ്യൽ അൽ ജഹ്റു ബിൽ ആമീൻ, ആമീൻ ഉറക്കെ പറയണോ വേണ്ടത്. പലരും പറയാറുണ്ട് ആമീൻ ഉറക്കെ പറയണ്ട, ഒക്കെ പറഞ്ഞ ചില മദ്ഹബിന്റെ ആൾക്കാർ പോലും ആമീൻ വലദ്ദാലിൻ എന്ന് പറഞ്ഞു പലരും ആമീൻ ഉറക്കെ പറയാറില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ആമീൻ ഉറക്കെ തന്നെ പറയണം. സ്വഹാബികളൊക്കെ ഉറക്കായിരുന്നു പറഞ്ഞത്, റസൂൽ ഉറക്കായിരുന്നു പറഞ്ഞത്. റസൂലിന്റെ പിന്നിൽ നിസ്കരിച്ച സ്വഹാബികൾ മുഴുവനും ആമീൻ ഉറക്കയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് ആമീൻ ഉറക്ക തന്നെ എന്താക്കണം, പറയണം. അതാണ് അതിന്റെ സുന്നത്ത് എന്നുള്ളതാണ് ആമീനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അല എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്നത് തഫ്സീർ ആയാത്തിൽ അഹ്കാമാണ്. ഖുർആനിലെ അഹ്കാമുകൾ ചർച്ച ചെയ്യുന്ന ആയത്തിന്റെ ശകലങ്ങളുണ്ട്. അഥവാ ഇന്ന ആയത്ത് മുതൽ ഉദാഹരണത്തിന് ഇബാദുർ റഹ്മാൻ നമ്മൾ കേട്ടുകയാണ്. എക്സാമ്പിൾ പറയാം. ഇബാദുർ റഹ്മാനിൽ ഒരുപാട് കർമ്മകാര്യങ്ങൾ. സൂറത്തുൻ നൂറിൽ 4 ആയത്തുണ്ട്, 4 ആയത്ത് വരെ. ആമന റസൂൽ അല്ലെങ്കിൽ ആയത്തുൽ കുർസിയിൽ ഒരുപാട് അഖീദാപരമായ ചർച്ചകളുണ്ട്. അങ്ങനെ ചില ആയത്തിന്റെ ശകലങ്ങൾ എടുത്തുകൊണ്ട് അതിലെ അഖീദാപരമായ മസലകൾ നമ്മൾ ചർച്ച ചെയ്യും. അതേപോലെ അതിന്റെ ഫിഖ്ഹിയായ അതിലുള്ള നമുക്ക് കിട്ടേണ്ട ഫിഖ്ഹിയായ മസലകൾ അതിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് ഒന്ന് തുടക്കം മുതൽ ഒരു സൂറത്ത് മുഴുവൻ അൽ ബഖറ തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ഇതിനെ സ്പെഷ്യലൈസ്ഡ് ആക്കിയിട്ട് എടുത്തു പഠിക്കും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അതിലേക്ക് പോകണം. ഇൻഷാ അല്ലാഹ് അതാണ് സൂചിപ്പിക്കാറുള്ളത്. അവസാനം സൂചിപ്പിക്കാൻ എന്താണ് നമ്മുടെ പരിപാടി. ഇശാക്ക് ശേഷമാണ് ബഹുമാനായ ഉസ്താദ് സമീർ ഫാറൂഖിയുടെ ക്ലാസ് ആണ്. അതേപോലെ തന്നെ ഷെയ്ഖ് അനസും ഇന്നുണ്ടാവും എന്നുള്ളതിലാണ് നമ്മുടെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു 10 മിനിറ്റ് ക്ലാസ് കൂടി, ചുരുങ്ങിയ ഒരു ക്ലാസ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരിക എന്തായാലും അതിന്റെ കൂടെ നമ്മുടെ പരിചയത്തിലുള്ള നമ്മൾ വിളിച്ചാൽ വരുമെന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരിക. വിളിക്കുക, നമ്മൾ പോരി എന്ന് പറഞ്ഞാൽ വരുന്നോ എന്നുള്ള വരുന്നോന്നല്ല, വരുന്ന ഒരു എന്താ പറയാ ഒരു പോരി കൂടെ എന്റെ കൂടെ പോരി ഞാൻ ആക്കി തരാം എന്നുള്ള ഒരു സ്നേഹത്തിന്റെ വിളി നമ്മൾ എന്താക്കുക, നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നമ്മൾ കാരണം ഒരാൾക്ക് ഹഖ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ കാലാകാലം കൂലി നമുക്ക് കിട്ടും എന്നൊരു ബോധ്യം നമ്മൾ ഉണ്ടാവുക. ഇപ്പോഴും നമ്മളൊക്കെ ഒരു ദാഇയാവും, എല്ലാവരെയും ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദാഇ ആയിക്കൊണ്ട് മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.